എന്താ ചങ്ങാതി, ഇപ്പോ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? കാണാറില്ലല്ലോ. അതിന് നീ എപ്പോഴാ ഭൂമിയിൽ ഇറങ്ങാറ്? നീ എപ്പോഴും മരത്തിന് മുകളിലല്ലേ? എനിക്കും കുടുംബത്തിനുമുള്ള ഭക്ഷണം മരത്തിന് മുകളിലല്ലേടോ. നിനക്ക് പിന്നെ ഏത് വീട്ടിലും കയറി ചെല്ലാലോ. ആ പിന്നല്ലാതെ കേറി ചെല്ലാനൊക്കെ പറ്റും. പക്ഷേ പല വീട്ടുകാരും എതിരേൽക്കുന്നത് ചൂടുവെള്ളം കൊണ്ടും മുട്ടൻ കല്ലുകൊണ്ടുമാണെന്ന് മാത്രം. തുടങ്ങി അതാ മാലിക്കുരങ്ങനാ, വൃത്തികെട്ടവൻ. അവനെ കൊണ്ടുള്ള ഒരു ശല്യം. ഒരു ജീവിയെയും അവൻ വെറുതെ വിടില്ല. അവന് വേറെ പണിയൊന്നുമില്ലേ? എന്തു പണി? കാണുന്നവരെ മുഴുവൻ കളിയാക്കുക, നടന്നു പോകുന്നവരെ പിന്നാലെ കൂടി ഉപദ്രവിക്കുക, എന്നിട്ട് മരത്തിൽ കയറി നിന്ന് ചിരിക്കുക. ഈ കാട്ടിൽ എല്ലാവർക്കും അവനെ വെറുപ്പാണ്. ഇന്നാളവൻ ആ പാവം വയസ്സൻ ചിമ്പൻ കരടിയെ ചെയ്തതെന്താണെന്നറിയോ? ഇല്ല. ചിമ്പൻ വടിയും കുത്തി നടന്നു പോവുകയായിരുന്നു. വിടടാ നീ എന്നെ കൊല്ലാതെ ഒന്ന് വിടടാ. അയ്യോ, ഇങ്ങനെ പിടിച്ചു വലിക്കല്ലേ. പാവം ജിമ്പൻ അല്ലേ? അതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുത്തോളും. സിംഹരാജാവിനെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ലെന്നാണ് കേട്ടത്. ഓരോ ദിവസം സിംഹരാജാവ് ഗുഹയ്ക്ക് പുറത്തിറങ്ങി കാറ്റുകൊള്ളുകയായിരുന്നു. എടാ കുട്ടിക്കുരങ്ങ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. നീ ഞൊട്ടും. ഓടോ. രാജാവിനെ പോലും വെറുതെ വിടാത്തവൻ ധിക്കാരി തന്നെ. ഇനിയും ഉണ്ടവന്റെ വികൃതിത്തരങ്ങൾ. എല്ലാം പറയാൻ നേരമില്ല. അവന്റെ വികൃതിത്തരങ്ങൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ട് വരട്ടെ. എങ്ങനെ? അതൊക്കെയുണ്ട്. നീ കൂടെ വന്ന് എല്ലാം കണ്ടോ. അതാ വരുന്നു. വാ, നമുക്ക് ഒളിച്ചിരിക്കാം. ഇറങ്ങി വാടാ പേരണ്ണാനെ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഇറങ്ങി വരാനാ നിന്നോട് പറഞ്ഞത്.
കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മാലിക്കുരങ്ങന്റെ കഥ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും കളിയാക്കുന്നതും എല്ലാവരാലും വെറുക്കപ്പെടുന്നതിന് കാരണമാകും എന്ന ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല, അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല. അപ്പൂപ്പൻ താടി പറക്കും കാട്ടിൽ മഞ്ചാടി മുത്തം നേടുക്കാനായി. കൂട്ടരോടൊന്നിച്ചു കൂടാമോ, അണ്ണാറക്കണ്ണാ പോരാമോ? കാട്ടാറിൽ നീന്തി കുളിച്ചിടാം, വള്ളിയൂഞ്ഞാലിലാടിയിടാം. അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല. അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല. മഞ്ഞണിപ്പാടത്ത് പോകാം, മെയ്യും കുഞ്ഞാട്ടിൻ കൂട്ടത്തെ കാണാം. മഞ്ഞണിപ്പാടത്ത് പോകാം, മെയ്യും കുഞ്ഞാട്ടിൻ കൂട്ടത്തെ കാണാം. വെള്ളാമ്പൽ പൊയ്കയിൽ പോകാം, വെള്ളിച്ചിറകുള്ള മീനിനെ കാണാം. നെല്ലിൻ കതിർ കൊത്തിപ്പാറും പുന്നാരത്തത്തയെ കാണാം. നെല്ലിൻ കതിർ കൊത്തിപ്പാറും പുന്നാരത്തത്തയെ കാണാം. പാട്ടുപാടാം, കഥ പറയാം, നമുക്കൊന്നായി രസിച്ചിടാം. അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല, അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളിക്കളിക്കുന്ന പൂവാല. അപ്പൂപ്പൻ താടി പറക്കും കാട്ടിൽ മഞ്ചാടി മുത്തം നേടുക്കാനായി. കൂട്ടരോടൊന്നിച്ചു കൂടാമോ, അണ്ണാറക്കണ്ണാ പോരാമോ? കാട്ടാറിൽ നീന്തി കുളിച്ചിടാം, വള്ളിയൂ